എന്തെന്നെ ആരും നടുക്കാറില്ല മോനെ. ഒരു കുടിയാണ്, ഒരു വീടല്ല മോനെ. ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തീരപ്രദേശത്ത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ മഴ വരുന്ന സമയത്ത് ശക്തമായ കടലാക്രമണം കൊണ്ട് ഭിത്തിയില്ലാത്തത് കൊണ്ട് ഒരുപാട് വീടുകൾ നഷ്ടപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ കണ്ണുനീർ നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. നമ്മൾക്ക് എന്തൊരു പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും ഓടി വന്നുകൊണ്ട് നമ്മുടെ ജീവൻ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ കടലിൻ്റെ മക്കൾ. അവർക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം കടലാക്രമണം വന്നു കഴിഞ്ഞാൽ, ഈ കാലവർഷം ശക്തി പ്രാപിച്ചു കഴിഞ്ഞാൽ, തിരകൾ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചില സമയങ്ങളിലൊക്കെ ആ വീടുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ആ ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് ഇദ്ദേഹവും കടന്നു പോകുന്നത്. ഇദ്ദേഹത്തിൻ്റെ കണ്ണുനീർ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹിക്കാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഒരു മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് അവനവൻ്റെ കൂരയാണ്. ആ കൂര നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരി അടക്കം സുഖമില്ലാതെ പ്രഷറിന് ഗുളിക കുടിച്ച് കിടക്കുന്ന ഒരാളാണ്. അവർക്കൊക്കെ ഒരു ആശ്രയമായിരുന്ന ആ വീട് പോലും ഇപ്പോൾ കടലെടുത്തിരിക്കുകയാണ്. എല്ലാ സർക്കാരുകൾ മാറി മാറി വരുന്ന സമയത്തും അവിടെ വന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറയുന്നു. അതെല്ലാം വിശ്വസിച്ചിട്ട് ആ സർക്കാരുകൾക്ക് ഈ പാവപ്പെട്ട ആൾക്കാർ വോട്ട് ചെയ്യുന്നു. അങ്ങനെ അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറേ ഇല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഏതായാലും ഈ സർക്കാരെങ്കിലും തീർച്ചയായിട്ടും അവിടെ പോയിക്കൊണ്ട് ഭിത്തികളെല്ലാം നിർമ്മിച്ച് ഇത്തരത്തിൽപ്പെട്ട പാവങ്ങളുടെ ജീവനുകൾ, സ്വത്തുകൾ തീർച്ചയായിട്ടും അത് സംരക്ഷിക്കേണ്ട സർക്കാരിൻ്റെ ബാധ്യത തന്നെയാണ്. എത്രയും പെട്ടെന്ന് അത് ചെയ്യുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങളും ഒന്ന് കാണാം. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പമ്പക്കടലായി എങ്ങനത്തെ കേട്. അത് കാരണം മൊത്തം നിർത്തിച്ച കല്ലാണ് അവിടുത്തെ ഈ 3-4 വീട് പൂവങ്കാർ അവിടം വരെ അവര് കൊടുങ്ങാണ്ട് ഇട്ട്. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞപ്പോ പറഞ്ഞു അത് അടുത്ത മാസം ശരിയാക്കുമെന്ന് പറഞ്ഞു. ഞങ്ങള് പുതുവന്നാണല്ല ഇവിടുന്ന് പുതുവന്നാളിലേക്ക് കൊണ്ടേക്കുന്നത്. ഞങ്ങള് വീട്ടില് എന്റെ ഭാര്യ, സുഖമില്ലാത്ത ഒരു മൂത്തച്ഛി, ഹസരത്താലൊക്കെ അടിച്ചിട്ട് ഉള്ള ആളാണ്. അയാൾ മെനിഞ്ഞാന്ന് രാത്രി ഞങ്ങൾ ഇവിടുന്ന് കടല് കൂടുതൽ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് പോയത്. പിന്നെ ഇന്നലാണ് ഇത് തകർന്ന ഫുള്ളും. ആരെങ്കിലും വന്നു നോക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്താ അത് ആരെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇവിടെ ഞാൻ വരുമ്പോഴൊന്നും ആരെയും കണ്ടിട്ടില്ല. വില്ലേജ് ഓഫീസിൽ നിന്ന് 2 സ്റ്റാഫുകൾ വന്ന് അവരെന്നോട് ചോദിച്ചു. ഞാൻ വിവരം പറഞ്ഞു. അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല ഇവിടെ. സാധനങ്ങളൊക്കെ പോയില്ലേ? പോയില്ലേ? എന്തെന്നെ ആരും നടുക്കാറില്ല മോനെ. ഒരു കുടിയാണ്, ഒരു വീടല്ല മോനെ. എത്രമാത്രം സങ്കടമാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്ന വാക്കുകൾ പോലും അദ്ദേഹത്തിന് പുറത്തേക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. അത്രമാത്രം സങ്കടമാണ്. കാരണം അത്രമാത്രം സ്വർഗമാണ് അദ്ദേഹത്തിൻ്റെ വീട്. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനി കിട്ടുമോ എന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം യാചിക്കുകയാണ്, നമ്മുടെ മുന്നിലേക്ക് കൈനീട്ടുകയാണ്. ഇനി ആരെങ്കിലും ഞങ്ങളെ സഹായിക്കണമെന്ന് പറയുകയാണ്. കാരണം അത്തരത്തിൽപ്പെട്ട ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാ വർഷവും ഈ കടൽ രൂക്ഷമാവുന്ന സമയത്ത് ഭിത്തികളില്ലാത്തത് കൊണ്ട് ഒരുപാട് വീടുകൾ കടലെടുത്ത് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഇപ്പോൾ 10-20 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. ഈ ഒരു കടലാക്രമണത്തിൽ ഏകദേശം 5 വീടുകൾ അവിടെ വെച്ച് തകർന്നു എന്നുള്ളതാണ് വളരെ സങ്കടം തോന്നിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇവരെ പോലുള്ള ഒരുപാട് ആൾക്കാർ തീർച്ചയായിട്ടും സഹായം നമ്മോട് അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും സർക്കാർ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തനങ്ങൾ അടക്കമുള്ള ഒരുപാട് സംഘടനകൾ ഇപ്പോൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽപ്പെട്ട ആൾക്കാരെ നിങ്ങൾ മറക്കാതിരിക്കുക. തീർച്ചയായിട്ടും അവരെയൊക്കെ നമ്മൾ കൂട്ടിപ്പിടിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അവർക്ക് സഹായം എത്തേണ്ടത് നിർബന്ധമാണ്. അവരെ ചേർത്തിപ്പിടിക്കുക തന്നെ വേണം. പിന്നെ സർക്കാരുകൾ
ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും അതാത് സർക്കാരുകൾ ചെയ്യുകയും വേണം. അദ്ദേഹത്തിന് വീട് നിർബന്ധമാണ്. അതുപോലെ തന്നെ കയറിക്കിടക്കാൻ ഒരു സ്ഥലമില്ലാത്ത ഒരുപാട് പേർ ഇപ്പോൾ ഈ കടലോര പ്രദേശങ്ങളിലും മറ്റുമെല്ലാം ഈ കടലാക്രമണത്തിൻ്റെ ഭാഗമായിട്ട് കുടിയൊഴിക്കപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിലാണ്. ഏതായാലും അവരുടെ കാര്യങ്ങളെല്ലാം സർക്കാർ കാണുന്നുണ്ട്. ഏതായാലും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങളും എല്ലാം ചേർന്നുകൊണ്ട് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെ ചേർത്തിപ്പിടിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കാണുക, അധികാരികളിലേക്കൊക്കെ എത്തട്ടെ. ഏതായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റേ വീഡിയോ എന്നവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.